ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു കാര്യമാണ്, ഒരു മിൽക്ക് ഷേക്കാണ്. മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചക്ക മാങ്ങയുടെ ഒക്കെ ഒരു സീസണാണ്. ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളെല്ലാം അങ്ങനെയാണ്. ചക്കയൊക്കെ സുലഭമായി കിട്ടി തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്സിലൊക്കെ. വീട്ടുമുറ്റത്ത് പ്ലാവുള്ളവർക്കും വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. എന്തായാലും ചക്ക കൊണ്ടൊരു മിൽക്ക് ഷേക്ക് അതിപ്പോൾ വളരെ പോപ്പുലറാണ്. പല മിൽക്ക് ഷേക്സൊക്കെ കിട്ടുന്ന കടകളിലും ജ്യൂസ് കടകളിലും ഒക്കെ ചക്ക മിൽക്ക് ഷേക്ക്, ചക്ക ജ്യൂസ് ഒക്കെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? അപ്പോൾ നല്ലൊരു ചക്ക മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. നല്ല വരിക്കച്ചക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല മധുരമുള്ള നല്ലൊരു ചക്ക മിൽക്ക് ഷേക്ക്. ഓക്കെ, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്ക മിൽക്ക് ഷേക്ക് ചേരുവകൾ: പാല് 1/2 ലിറ്റർ, ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയെടുത്തത്, അതായത് ഫ്രോസൺ മിൽക്ക്, നന്നായി പഴുത്ത ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 1 കപ്പ്, മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ് മിൽക്ക് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം, വാനില ഐസ്ക്രീം 250 ml ഒരു വലിയ കപ്പ് നിറച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്ക മിൽക്ക് ഷേക്ക് തയ്യാറാക്കി തുടങ്ങാം. ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. ആദ്യം പ്രധാന ചേരുവ തന്നെയാണ് നമ്മുടെ ചക്കപ്പഴം, ജാക്ക് ഫ്രൂട്ട്. ഇത് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്, എൻ്റെ ഫേവറേറ്റാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ചക്ക, നല്ല മണമാണ്. ഇത് ഏകദേശം 1 ബൗൾ നിറച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് എന്ന് പറയാം. കുറച്ച് ഒരുപാട് ചെറിയ പീസല്ല, ഇങ്ങനെ ഇതൊരു 240 ml ഒരു കപ്പ് അല്ലെങ്കിൽ 250 ml ഒരു കപ്പ് നിറച്ചുണ്ടാകും. ചക്കയുടെ ഫ്ലേവർ കയറി നിൽക്കണമെങ്കിൽ കൂടുതൽ ചക്ക ഇടണം. ചക്ക ഇട്ടത് അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ചക്കയ്ക്കൊരു മധുരമുണ്ട് എങ്കിലും ചിലപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്റർ പാലാണ് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മധുരം വേണ്ടി വരും. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുകയാണ്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, അതനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കും. ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചതഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ഐസ് പാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്രോസൺ ആക്കിയിട്ട് ഐസ് പോലെ ആക്കിയ പാലാണ് 1/2 ലിറ്ററിൻ്റെ. ഒരു പാക്കറ്റ് പാല് 1/2 ലിറ്ററിൻ്റെത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ ഇങ്ങനെയായി വരും. അതെടുത്ത് തല്ലി പൊട്ടിച്ചെടുക്കുക. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നിർബന്ധമില്ല, പക്ഷേ ഈ ഐസ്ക്രീമും കൂടി ചേർത്താൽ ഗംഭീരമാവും. ഞാൻ വാനില ഐസ്ക്രീം ഏകദേശം കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. 1 കപ്പിൽ കൂടുതൽ ഐസ്ക്രീം ചേർക്കുന്നു. ഒരു വലിയൊരു സ്കൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ 2-3 സ്കൂപ്പ് എടുക്കുക. ഇതുപോലൊരു ബൗള് നിറച്ച് ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി, ഉണ്ടെങ്കിൽ ചേർക്കുക. ഭയങ്കര ടേസ്റ്റാണ് കൂടുതൽ ചേർത്താൽ. അങ്ങനെ സ്വാദിഷ്ടമായ ചക്ക മിൽക്ക് ഷേക്ക് ഈസ് റെഡി. നല്ല കുറുകുറാന്ന് തിക്ക്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ തിക്കായിട്ടുള്ള നമ്മുടെ ജാക്ക് ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരമാണ് നമ്മുടെ പൊരി ലഡു. തീർച്ചയായിട്ടും പരീക്ഷിക്കണം.
രണ്ടാമത് കാണിച്ചാണെങ്കിലും ഇപ്പോഴത്തെ സീസണൽ ഫ്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. വളരെ ടേസ്റ്റാണ്, നമ്മുടെ ഈ ഒരു ചൂട് സമയത്തേക്ക് പറ്റിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക, നമ്മുടെ ചക്ക മിൽക്ക് ഷേക്ക്. അത് വാനില എസൻസോട് ഒപ്പം ചേർത്ത് ചെയ്യാം, അല്ലാണ്ട് ചെയ്യാം. എന്തായാലും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.